നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് നിരവധി ബ്ലഡ് ടെസ്റ്റുകളും ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനേക്കാൾ പ്രാധാന്യം വേണമെങ്കിൽ കൊടുക്കാൻ കഴിയുന്ന രണ്ട് പ്രധാനപ്പെട്ട മാർക്കേഴ്സാണ്. അതിലൊന്ന് നമ്മുടെ ശരീരത്തിൽ എത്ര സ്കെലിറ്റൽ മസിൽസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കലാണ്. അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം ബോഡി കോമ്പോസിഷൻ അനലൈസേഴ്സാണ്. ഇത്തരത്തിലുള്ള അനലൈസേഴ്സ് ഇന്ന് വളരെ പോപ്പുലറായിട്ട് അവൈലബിൾ ആണ്. പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിൽ ശരീരഭാരത്തിൻ്റെ ഒരു 45 to 50% എങ്കിലും സ്കെൽട്ടൽ മസിൽസ് വേണം. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ ഒരു 35 to 40% എങ്കിലും വേണം. സ്കെൽട്ടൽ മസിൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡയബറ്റീസ്, അതുപോലെ തന്നെ ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ്, അതുപോലെ തന്നെ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് മസിൽസിന് വളരെയധികം റോളുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട മാർക്കർ നമ്മളുടെ ഗ്രിപ്പ് സ്ട്രെങ്ത് ആണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഡിവൈസാണ് ഹാൻഡ് ഡൈനാമോമീറ്റർ എന്നുള്ള. ഇതിൽ കൂടെ നമ്മുടെ ഗ്രിപ്പ് സ്ട്രെങ്ത് എത്രയാണെന്ന് നമുക്ക് അളക്കാൻ സാധിക്കും. സ്ത്രീകളെ സംബന്ധിച്ച് ഷുഡ് ബി മോർ ദാൻ 25 kg. പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിൽ 40 കിലോഗ്രാമിന് മുകളിലായിരിക്കണം നമ്മുടെ ഗ്രിപ്പ് സ്ട്രെങ്ത്. ഗ്രിപ്പ് സ്ട്രെങ്ത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം പ്രായമാകും തോറും നമുക്ക് കൈവിരകളൊക്കെ പിടിച്ച് കയറാൻ, അല്ലെങ്കിൽ ഒന്ന് ഇരുന്നിട്ട് എണീക്കാൻ, അല്ലെങ്കിൽ വീഴുന്നു പോകുന്ന സമയത്ത് അത് തടയുന്നതിന് എവിടെയെങ്കിലും പിടിക്കുന്നതിന് ഗ്രിപ്പ് സ്ട്രെങ്ത് വളരെ ക്രിട്ടിക്കലാണ്. അപ്പോൾ സ്കെൽട്ടൽ മസിൽ മാസും ഗ്രിപ്പ് സ്ട്രെങ്ത്തും നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും? കാരണം ഇത് രണ്ടും പ്രധാനപ്പെട്ട മാർക്കേഴ്സാണ്. ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, സ്റ്റാർട്ട് ലിഫ്റ്റിംഗ് വെയ്റ്റ്സ്. അതായത് റെസിസ്റ്റൻസ് ട്രെയിനിങ്ങാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മാർഗ്ഗം. അതൊരു ഡെഡ് ലിഫ്റ്റ് ആവാം, അല്ലെങ്കിൽ ബോഡി വെയ്റ്റുള്ള പുഷപ്സ് ആവാം, അല്ലെങ്കിൽ ചെസ്റ്റ് പ്രസ്സുകളാവാം, അല്ലെങ്കിൽ അതുപോലത്തെ റെസിസ്റ്റൻസ് ആഡ് ചെയ്യുന്ന വെയ്റ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള ട്രെയിനിങ്ങിൽ കൂടെ മാത്രമേ നമ്മുടെ സ്കെൽട്ടൽ മസിൽസിൻ്റെ പെർസെൻറ്റേജും നമ്മുടെ ഗ്രിപ്പ് സ്ട്രെങ്ത്തും ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇത് രണ്ടും പ്രധാനപ്പെട്ട ഹെൽത്ത് ആൻഡ് ലോഞ്ചിവിറ്റി മാർക്കേഴ്സാണ്.